ഓയ്, എല്ലാം ഉണ്ടെന്ന വിശേഷം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വെക്കേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വെക്കേഷനൊക്കെ? എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു, പിന്നെ ബോറടി ഇല്ലായിരുന്നു. കാരണം നമുക്ക് 2 റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, സുവോളജിയും ബോട്ടണിയും. നമ്മുടെ എക്സാമിൻ്റെ ടൈമിൽ തന്നിട്ടാണ് വെക്കേഷൻ കംപ്ലീറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട്. ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെക്കേഷൻ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ പറഞ്ഞു തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ പൊതിഞ്ഞ് നീറ്റായിട്ട് അത് 2 കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. പിന്നെ വരച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതൊരു ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ഇതാണ്. കാരണം ഞാൻ അങ്ങനെ വരയ്ക്കാൻ അറിയുന്ന ആളൊന്നുമല്ല, അപ്പോൾ തട്ടിക്കൂട്ടിയാണ് എല്ലാം വരച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രോക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ക്രോഷേ പഠിച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷൻ, യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ 300 രൂപയുടെ ഒരു കിറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഞാനും ബുക്കൊക്കെ വരുന്നത്. ഞാൻ സെപ്പറേറ്റ് ഒരു ബാഗ് ഉണ്ടാക്കാൻ വാങ്ങിയതാണ്. പക്ഷേ അതിന് തികഞ്ഞില്ല. ChatGPT ചോദിച്ചപ്പോൾ പറഞ്ഞു പൗച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനതൊരു പൗച്ചാക്കി. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ പൂച്ചയാണെങ്കിൽ എൻ്റെ ഒരു ബുക്കിൻ്റെ മേളിൽ കയറി ഇരിക്കുകയാണ്. ഞാൻ എത്ര മാക്സിമം ബുക്ക് വലിച്ചിട്ടും അത് അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അത് തരാനായിട്ട് ഒട്ടും തയ്യാറല്ലായിരുന്നു കേട്ടോ. ഭയങ്കര കുസൃതിയാണ്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മ്യൂസിക് വൈബ്സ് എന്നാണ് ഞങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേര്. ഞങ്ങൾ അതിനകത്ത് പാട്ടിൻ്റെ വീഡിയോസൊക്കെ ആണ് ഇടുന്നത്. അപ്പം കേൾക്കാൻ താല്പര്യമുള്ള, സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെക്കേഷൻ വിശേഷങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വെക്കേഷനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്നാലും കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണയായിരുന്നു ബെറ്റർ. കാരണം കഴിഞ്ഞ വർഷം മൊത്തം ട്രാജഡീസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. നീ ഉള്ളിനുള്ളിൽ നനവല്ലേ, നീ തീരത്തുള്ള തണലല്ലേ, ഉയിരിന്റെ തിരിയേ നല്ലിടയനും നീ.